കുംഭമേളയുടെ രണ്ടാം ദിവസം 5 കോടിയിലേറെ ജനങ്ങളാണ് സ്നാനത്തിനായി അവിടെ എത്തിയത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇതിൽ ആപ്പിളിന്റെ സ്ഥാപകനായിട്ടുള്ള സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യയും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. ലോകമെമ്പാടും ജനങ്ങളും ലോക നേതാക്കളും വളരെ വലിയ ആകാംക്ഷയോടുകൂടി ഞെട്ടലോടുകൂടി നോക്കിക്കാണുന്ന ഇന്ത്യയുടെ ഒരു ഫെസ്റ്റിവലായി മാറിയിരിക്കുകയാണ് ഈ മഹാകുംഭമേള എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാ ക്രെഡിറ്റും യോഗി ആദിത്യനാഥിനാണ്. ഒരുപക്ഷെ ലോക നേതാക്കളെല്ലാം തന്നെ ഞെട്ടിക്കാണും. കാരണം ഈ ഭൂമിയിൽ നടക്കുന്ന ജനങ്ങളുടെ സംഗമത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒത്തുകൂടുന്ന ഒരു ഫെസ്റ്റിവലായി അല്ലെങ്കിൽ ഒരു മേളയായി കുംഭമേള മാറിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് 45 കോടി ജനങ്ങളാണ് അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തന്നെ 5 കോടിയിലേറെ ജനങ്ങൾ രണ്ടാമത്തെ ദിവസം തന്നെ അവിടെ എത്തിക്കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആകുന്നത് യോഗി ആദിത്യനാഥിന്റെ ഒരു കാര്യക്ഷമതയാണ്. യോഗി ആദിത്യനാഥ് അവിടെ വരുന്ന ആൾക്കാർക്ക് ഒരുക്കിയിരിക്കുന്ന VIP 5 സ്റ്റാർ ടെന്റുകളാണ്. അതായത് കുംഭമേളയിൽ ഇവർക്ക് പങ്കെടുക്കാൻ വരുമ്പോൾ ആ ടെന്റുകളാണ് യോഗി ആദിത്യനാഥ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ആ ടെന്റുകളുടെ ചിത്രങ്ങളാണ്, ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രയാഗ്രാജിലെ കുംഭമേള പ്രഖ്യാപിച്ചതിനു ശേഷം മഹാകുംഭമേള ഏരിയയിലെ സെക്ടർ 20-ൽ 2000-ലധികം സ്വിസ് കോട്ടേജ് മാതൃകയിലുള്ള ആഡംബര കൂടാരമാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഔദ്യോഗിക പ്രസ്താവന പ്രകാരം ഉത്തർപ്രദേശ് സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് 6 പ്രധാന പങ്കാളികളുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ആഗമൻ കുംഭ് ക്യാമ്പിന്റെ ഋഷികുൽ, കുംഭ് കോട്ടേജ്, കുംഭ് വില്ലേജ്, കുംഭ് ക്യാൻവാസ്, എറ എന്നിവയാണത്. 75 രാജ്യങ്ങളിൽ നിന്നാണ് ഇവിടെ ആൾക്കാർ വരുന്നത് എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അവർക്കെല്ലാം സുഗമമായിരിക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു കോട്ടേജ് ഉത്തർപ്രദേശ് സർക്കാർ അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വില്ല, മഹാരാജ, സ്വിസ് കോട്ടേജ്, ഡോർമെറ്ററി ഇങ്ങനെ 4 വിഭാഗങ്ങളിലായി ടെന്റ് സിറ്റിയിൽ താമസ സൗകര്യമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. പ്രതിദിനം 1500 മുതൽ 35,000 രൂപ വരെയാണ് ഇതിന്റെ വില എന്ന് പറയുന്നത്. 45 കോടി തീർത്ഥാടകർ വരുമ്പോൾ ചിലവ് 16,000 കോടിയാണ്, വരവ് 4 ലക്ഷം കോടിയാണ്. ഇതിൽ ഉത്തർപ്രദേശിന്റെ ലാഭം 1.5 ലക്ഷം കോടിയാണ് കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.